മദ്യപാനം എന്ന് പറയുന്നതിൻ്റെ ദോഷഫലങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്യപാനം നിങ്ങളുടെ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കും. നിങ്ങളുടെ ഒരു സിസ്റ്റം അത് ഉപേക്ഷിക്കത്തില്ല. നിങ്ങളുടെ ബ്രെയിൻ മുതൽ, നിങ്ങളുടെ ഹാർട്ട് മുതൽ, നിങ്ങളുടെ സെക്സ് മുതൽ, നിങ്ങളുടെ ഇങ്ങനെ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കും മദ്യപാനം. പിന്നെ വേറൊന്ന്, ഈ മദ്യപാനം കൊണ്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഹിബിഷൻ ലോസ് എന്ന് പറയും. അതാണ് അതിൻ്റെ ഫസ്റ്റ് ആക്ഷൻ. മദ്യം കഴിച്ചാൽ മദ്യം മാത്രം ഒരു സാധനമേ ഉള്ളൂ വയറ്റിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റൊമക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒബ്സർവ് ചെയ്യുന്നത് മദ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇൻറ്റസ്റ്റൈനിലും ഒക്കെ പോയി കഴിഞ്ഞിട്ട് വൻകുടലിലും ചെറുകുടലിലും ചെന്നിട്ടൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം ഈ മദ്യം ആണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യുന്നത്. അതിന് ആക്ഷനും കൂടുതൽ പെട്ടെന്ന് വരും. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഹിബിഷൻ ലോസാണ്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് വിചാരിക്കുന്നത്, അതാണ് നമുക്ക് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരു വിലക്കുണ്ട്. നമുക്കിപ്പോൾ ഒരു കാര്യം, നിങ്ങളൊന്നുമില്ല, ഒരുത്തനെ ഒരു അടി കൊടുക്കണം എന്ന് നിങ്ങൾ വിചാരിക്കും, എന്നാലും പറയും അത് ചെയ്യണ്ട, അത് ശരിയാകത്തില്ല എന്നൊക്കെ ഒരു ഇൻഹിബിഷനുണ്ട് നമുക്ക് മനസ്സാക്ഷി. ആ ഇൻഹിബിഷൻ ഇല്ലാതാകും. അപ്പോൾ മദ്യം കഴിച്ച ഒരാളിന് ഇപ്പോൾ ഒരാൾക്ക് അടി കൊടുക്കണമെങ്കിൽ അവനെ അടിക്കും, അല്ലെങ്കിൽ ഒരു മുണ്ടില്ലാതെ നടക്കണമെന്നുണ്ടെങ്കിൽ മുണ്ടില്ലാതെ നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഏത് കാര്യം വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ഇൻഹിബിഷൻ ലോസ് വരും. അതുകൊണ്ട് എന്ത് പറ്റും? അടിയും പിടിയും വഴക്കുകളും ബഹളങ്ങളും ഒക്കെ വരുന്നത് മദ്യപാനത്തിൻ്റെതാണ്. പിന്നെ മദ്യപാനം കൊണ്ട് തന്നെ അത് സിറോസിസ് വരാം, അത് ഹാർട്ടിൻ്റെ ഇത് വരാം, ഹാർട്ടിന് പ്രോബ്ലം വരാം, മെമ്മറി ലോസ് വരാം, മെമ്മറിയിലുള്ള ഇതുകൊണ്ട് വരാം. പിന്നെ അതുകൂടാതെ തന്നെ ഇൻറ്റസ്റ്റൈൻ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കും. സെക്സിന് പിന്നെ ഫങ്ഷണൽ ഇമ്പോർട്ടൻസി പോലെ വരാം, ഇറക്ഷൻ പ്രോബ്ലം വരാം മദ്യപാനം കുടിച്ചാൽ. അത് ഞങ്ങളുടെ ബുക്കിനകത്തുള്ള ഏറ്റവും ഫസ്റ്റ് സെൻറ്റൻസ് എന്നറിയാമോ? ഫസ്റ്റ് സെൻറ്റൻസ് ആൽക്കഹോളിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവോക്സ് ഡിസയർ ബട്ട് ടേക്സ് അവേ ഫ്രം ആക്ഷൻ എന്നാണ് പറയുന്നത്. ഒരുപാട് ഡിസയർ നിങ്ങൾക്ക് ഒരു ആഗ്രഹങ്ങളും ആവേശവും ഒക്കെ ഉണ്ടാക്കും, പക്ഷേ നിങ്ങൾക്ക് അത് പ്രവർത്തിക്കാനുള്ള കഴിവില്ലാതായിപ്പോവും. എനിക്ക് ഓർമ്മയുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസ് ഞങ്ങളുടെ ഫാർമക്കോളജി ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തുള്ളതാണ്. ആൽക്കഹോളിനെ പറ്റിയുള്ള പ്രൊവോക്സ് ഡിസയർ ബട്ട് ടേക്സ് അവേ ഫ്രം ആക്ഷൻ. അതുകൊണ്ട് മദ്യപാനം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങളിപ്പം മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ അഡിക്ഷനായി കഴിഞ്ഞാൽ ഇതിനൊരു വലിയ ദോഷം എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാക്കും. ഇതുപോലെ തന്നെ മദ്യപാനത്തിന് മാത്രമല്ല, ഈ സിഗരറ്റ് വലിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഒരു അഡിക്ഷനായി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അത് മാസ്ക് ചെയ്ത് കളയും. നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വത്തിനെ അത് മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ ഒറിജിനൽ പേഴ്സണാലിറ്റിയിലല്ല, അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും വരുന്നത്. അതാണ് അത് ചെയ്യുന്ന വേറൊരു കാര്യം. നമ്മളൊരു മദ്യപാനിയായിട്ട് ഇങ്ങനെ വരുന്ന ഒരാളിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അത് ദോഷഫലം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇനി വേറൊരു കാര്യം ചോദിക്കും, വളരെ റെയറായിട്ട് ഞങ്ങൾക്ക് മദ്യം കഴിക്കാമോ എന്നും ചോദിക്കും. ഇതിനകത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ കൺട്രോൾഡ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നടക്കത്തില്ല. നിങ്ങളിപ്പോൾ വീട്ടിൽ ആൽക്കഹോൾ വെച്ച് ഉപയോഗിക്കരുത്, ഒരു കാരണവശാലും വയ്ക്കരുത്. അതൊന്ന് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾ ഇത് കാണും, നിങ്ങളുടെ അടുത്ത ജനറേഷൻ കാണും. അവിടെ അത് വരുമ്പോഴത്തേക്ക് ഈ കുട്ടികളിലേക്ക് ഈ ഒരു തോട്ട്സ് വരും, ഇത് ഡാഡിയോ അല്ലെങ്കിൽ അച്ഛനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് കഴിച്ചാൽ എന്നുള്ളത് വരും. അതുകൊണ്ട് പിന്നൊന്ന്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ എടുത്ത് കുടിക്കാൻ വെക്കും. അതുകൊണ്ട് വീട്ടിൽ മദ്യം വെച്ചിരുന്ന് ഉപയോഗിക്കില്ല. ഒക്കേഷനിൽ നിങ്ങളൊരു പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒക്കേഷനിൽ കഴിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ പിന്നെ അത് അപ്പം മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ ചിലർ പറയും എനിക്ക് എല്ലാ ദിവസവും ഒരു ചെറിയ ഒരു പെഗ് കഴിക്കണം എന്ന് പറയും. എന്നിട്ട് ഒരാളെന്നടുക്കെ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ സാറേ ഈ മെഡിസിനകത്തൊക്കെ ആൾക്കാളുണ്ടല്ലോ, അത് ദോഷം ചെയ്യുന്നതല്ലേ എന്നതിനിടയ്ക്ക് ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മരുന്നായിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ആൾക്കാൾ കഴിക്കാമെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും. മെഡിസിനകത്ത് ആൾക്കഹോൾ എന്ന് പറഞ്ഞാൽ വളരെ കണ്ടൻറ്റ് വളരെ കുറച്ചേ ഉള്ളൂ. അത് നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങളുടെ സിസ്റ്റത്തിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നതായിരിക്കത്തില്ല. പിന്നെ നിങ്ങൾക്കൊരു
മെഡിസിൻ എന്നുള്ള രീതിയിൽ ആൾക്കാർ കഴിച്ചാലും ശരിയാകത്തില്ല. നിങ്ങൾക്ക് ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിമയാകാതെ നിങ്ങൾ സ്വയമേവ ഉറക്കമുണ്ടാക്കി കഴിയണം. അതൊക്കെയാണ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോളൂ. തുടർച്ചയായിട്ടൊരു കാര്യം ചോദിച്ചു. ഡോക്ടേഴ്സ് എപ്പോഴും പറയാറുണ്ട് 2 പെഗ് അടിക്കുന്നത് നല്ലതാണെന്ന് കുടിയന്മാരുടെ സംസാരമുണ്ട്. അത് സത്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞതാണോ? ഈ ഡോക്ടർമാർ പറയുന്നത് പറഞ്ഞ ഡോക്ടർമാർ കാണും. എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർമാരൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട്, കുറേശ്ശെയൊക്കെ കഴിക്കുന്നവരൊക്കെ കാണും. അപ്പോൾ അവർ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ 2 പെഗ്ഗൊക്കെ അടിച്ച് കഴിയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പെഗ്ഗ് അടിച്ച് ചിലപ്പോൾ നിർത്താൻ പറ്റത്തില്ല. പിന്നെ 4 പെഗ്ഗായി, 5 പെഗ്ഗായി, 6 പെഗ്ഗായി, അങ്ങനെ അവനതിനേക്ക് അഡിക്റ്റഡ് ആകും. പിന്നെ അതുകൊണ്ട് റുട്ടീനായിട്ട് ഇങ്ങനൊരു ഹാബിറ്റ് ഉണ്ടാകുന്നത് ഒരു കാരണവശാലും നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അത് മദ്യം ഉപയോഗിക്കാറുമില്ല. ഞാനതിനകത്ത് എൻ്റെ പേഷ്യൻസിനെടുക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്യുമ്പം എനിക്ക് വളരെ കോൺഫിഡൻസ് കൊണ്ട് പറയാം ഇന്നതൊക്കെയാണ് അതിൻ്റെ ദോഷഫലങ്ങളെന്ന്.